പിണറായി വിജയൻ ഇസ്രയേലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോകത്തെമ്മാടി രാജ്യം എന്നാണ്. എന്തുകൊണ്ടാണ് ഇസ്രയേലിനോട് ഇത്ര വിരോധം പിണറായി വിജയൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാനോട് ഈ ഒരു വിരോധം ഉണ്ടായി കണ്ടുമില്ല. ഈ പറയുന്ന ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ തകർത്തപ്പോഴൊന്നും ഒരു സന്തോഷവും കണ്ടില്ല. എന്നാൽ ഈ പറയുന്ന പാകിസ്ഥാനോട് വിരോധമായിട്ട് ഒരു വാക്കുപോലും പറയുന്നുമില്ല. ഇതിൻ്റെ രാഷ്ട്രീയ രഹസ്യം എന്താണ് സർ? ഈ LDFിൻ്റെ നേതാക്കന്മാർ പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് ആ സമയത്തുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളോട് കണക്റ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിലമ്പൂരിൽ ഒരു മതപ്രീണനം നടത്തി രാഷ്ട്രീയ പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമൊരുക്കി പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളുമായി മുന്നണികൾ ബന്ധമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. SDPI ഒരു ഭാഗത്ത് ആ തരത്തിൽ രാഷ്ട്രീയപരമായി അകറ്റി നിർത്തപ്പെടേണ്ട സംവിധാനങ്ങളോട് സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് LDF നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും LDF നേതാക്കന്മാർ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവരുടെ പൊതുപ്രസ്താവനകളിൽ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിനോട് പ്രത്യേകിച്ച് വിരോധം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ CPM ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ അവർ കാണുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു നിലപാടാണ് കാശ്മീരിൽ സ്വീകരിച്ചത്. പഹൽഗാം വിഷയമുണ്ടായപ്പോൾ പാകിസ്ഥാനെ തള്ളിപ്പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു നിരുത്തരവാദപരമായ നിലപാടാണ് CPMൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ CPMൻ്റെ ഒരു സംഘം MPമാരടക്കമുള്ള ഒരു സംഘം ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ സന്ദർശിച്ചു. ഏതെങ്കിലും തരത്തിൽ ആ ഘട്ടത്തിൽ പോലും പാകിസ്ഥാനെ എല്ലാ തരത്തിലും തള്ളിപ്പറയുക, തീവ്രവാദത്തെ തള്ളിപ്പറയുക എന്നുള്ള നിലപാടല്ല അവർ സ്വീകരിച്ചത് ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന ഒരു സമീപനത്തിനോട് തുല്യമായിട്ടുള്ളതാണ്. ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് തീവ്രവാദം ആരെങ്കിലും നടത്തിക്കഴിഞ്ഞാൽ അത് അതേ ഗൗരവത്തിൽ കാണേണ്ടതാണ് എന്നൊക്കെയുള്ള തത്വചിന്താപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുക എന്നുള്ളതല്ലാതെ പ്രായോഗികമായി അതിനെ തള്ളിപ്പറയുക എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിന് എതിരായി എന്തെങ്കിലും ഒരു നിലപാട് എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്? ഇസ്രായേൽ രാജ്യം കേരളത്തിനെതിരായോ മലയാളികൾക്കെതിരായോ ഇന്ത്യക്കെതിരായോ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച രാജ്യമാണോ? അല്ല. പക്ഷേ നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ, പ്രത്യേകിച്ച് വ്യോമയാന സുരക്ഷാ സംവിധാനങ്ങളിൽ ഈ രാജ്യം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പല ടെക്നോളജീസും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അവരുടെ ടെക്നോളജീസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ പല ടെക്നോളജീസും ആ രാജ്യവും ഉപയോഗിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പരസ്പര സഹകരണത്തോടുകൂടി പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇന്ത്യയും. രണ്ട് രാജ്യങ്ങളും അത് പ്രധാനമന്ത്രിമാർ പരസ്പരം നടത്തുന്ന ചർച്ചകളുടെ കാര്യത്തിലാണെങ്കിലും ഇനി രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് തീവ്രവാദ ഭീകരവാദ സംഘടനകളോട് എടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല ഇന്ത്യ എടുക്കുന്ന നിലപാടുകളോട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ പഹൽഗാം വിഷയത്തിന് ശേഷമൊക്കെ സുശക്തമായിട്ടുള്ള പിന്തുണയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ പാലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യയോട് പ്രത്യേകമായിട്ടുള്ള ഒരു സഹകരണ മനോഭാവം ഇസ്രായേൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പാലസ്തീൻ അനുഭാവം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു ഇസ്രായേൽ വിരോധം പരസ്യമായി പറയുക, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല. അപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ തങ്ങൾക്ക് കുറച്ച് വോട്ടുകൾ ലഭിക്കാൻ സാധിക്കുമോ? നേരത്തെ സദ്ദാം ഹുസൈൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മലയാളികളായിട്ടുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം സദ്ദാം ഹുസൈനെതിരെ ആ രാജ്യം എടുത്തിട്ടുള്ള നടപടി എന്താണ്, ജനങ്ങൾ എടുത്തിട്ടുള്ള നിലപാടെന്താണ് സദ്ദാം ഹുസൈനോട് എന്നുള്ളത്. പക്ഷേ സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ഹർത്താലും ബന്ധം പ്രഖ്യാപിച്ച രാജ്യമാണ്, സംസ്ഥാനമാണ് കേരളം. പല സംഘടനകളും അതിൻ്റെ പുറത്ത് സദ്ദാം ഹുസൈൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതും നാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ഇസ്രായേലിനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വിഭാഗത്തിന് അനുകൂലമായി പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റൊന്നും അതിനെ കാണേണ്ടതില്ല. അതൊരു അല്പത്തെ രാഷ്ട്രീയം കൂടിയാണ്. കാരണം ഇന്ത്യക്ക് അനുകൂലമായി, ഇന്ത്യയുടെ നിലപാടിന് അനുകൂലമായി, ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാടിന് അനുകൂലമായി, ഇന്ത്യയുടെ സൈനിക നിലപാടിന് അനുകൂലമായി നിന്നിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളൊരു മുഖ്യമന്ത്രി
ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ഈ പാകിസ്ഥാനെ പക്ഷേ ഈ പിണറായി വിജയൻ ഒരു തെമ്മാടി രാജ്യമെന്നോ ഭീകരരാഷ്ട്രമെന്നോ വിശേഷിപ്പിച്ച് കണ്ടിട്ടില്ല നമ്മൾ. അതിപ്പോൾ കുടുംബത്തിൽ വന്നു കയറിയ ആൾക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്? നേരത്തെയും അതെടുത്തിട്ടുണ്ട്. അത് കുടുംബവുമായി അതിന് ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ വ്യക്തമാക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ആ നിലപാടുകൾ നേരത്തെയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അതാ ഞാൻ സദ്ദാം ഹുസൈൻ്റെ കാര്യം സൂചിപ്പിച്ചത്. ഇപ്പോൾ പാകിസ്ഥാനോട് ഒരു അനുഭാവം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ പ്രസ്താവനകളിലോ തങ്ങളുടെ പ്രവൃത്തിയിലോ തങ്ങളുടെ പ്രചരണത്തിലോ തങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ പറയുന്നതിലോ ഒക്കെ ഒരു നിലപാട് പുറത്തേക്ക് പറയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അജണ്ട, ഇപ്പോൾ പാകിസ്ഥാൻ അക്രമം ഉണ്ടായതിനു ശേഷം കാശ്മീരിൽ ഇത്രയും ദിവസം പോകാതിരുന്ന പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എന്നുള്ള നിലയിലേക്ക് ഏറ്റവും ആദ്യം ശ്രീ എം.എ. ബേബി ഏറ്റവും ആദ്യം സ്വീകരിച്ച നിലപാട് എന്താണ്? പഹൽഗാം വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ തീവ്രവാദികൾ എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് കണ്ടെത്തണം, അതിൽ നമ്മളുടെ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. നമുക്ക് ഏതൊരാൾക്കും രാഷ്ട്രീയപരമായി ഏത് വിഷയവും ഉന്നയിക്കാനുള്ള അവകാശം, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉന്നയിക്കുന്നത്, എന്ത് സാഹചര്യത്തിലാണ് ആ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പ്രസ്താവനകൾ നടത്തുന്നത് പാകിസ്ഥാൻ അനുകൂലമായി അല്ലെങ്കിൽ പാകിസ്ഥാന് ഒപ്പം നിൽക്കുന്ന മനസ്സിൽ ആളുകൾക്ക് ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറയാതെ പറയുക എന്നുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എങ്ങനെയാണ് തങ്ങളുടെ വോട്ടായി മാറ്റാൻ കഴിയുക എന്ന് പയറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായി കുറച്ച് വോട്ടുകൾ അതിൻ്റെ പേരിൽ കിട്ടാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനുവേണ്ടി ഇസ്രായേൽ വിരുദ്ധ മനോഭാവം കാണിക്കുകയും അതിനുവേണ്ടി തങ്ങൾ ഇറാനോടൊപ്പമാണ്, അല്ലെങ്കിൽ തങ്ങൾ തുർക്കിയോടൊപ്പമാണ്, തങ്ങൾ ചൈനയോടൊപ്പമാണ്, തങ്ങൾ പാകിസ്ഥാൻ്റെ നിലപാട് അംഗീകരിക്കുന്ന രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളത് പറയുകയാണ്. ഇപ്പോൾ ചൈനക്ക് വിരുദ്ധമായി ചൈന വിരുദ്ധ നിലപാട് എപ്പോഴെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു, സൈനിക സഹായം നൽകുന്ന സാഹചര്യങ്ങൾ നാം കണ്ടു, തുർക്കി ആ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഇവരോടൊക്കെ ഏതെങ്കിലും ഒരു വിരോധം കാണിക്കുക, രാഷ്ട്രീയ വിരോധം കാണിക്കുക, ഇനി അതല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പരസ്യമായി പറയുക എന്നുള്ളത് ഒരിക്കലും ഇടതുപക്ഷ നേതാക്കന്മാർ സ്വീകരിച്ചിട്ടില്ല. അതിനവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകും. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സാഹചര്യത്തിൽ അത് ഗുണകരമല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യം ഇസ്രായേലിനൊപ്പം നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിന് എതിരെ സ്വീകരിക്കുന്ന നടപടികളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന, ഒപ്പം നിൽക്കുന്ന, ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയും ഇസ്രായേലും. അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളുടെ നിലപാടുകളെ തള്ളിക്കളയുന്നതിന് കൂടി തുല്യമാണ്. അപ്പോൾ അത് ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നായാലും ഇനി CPM-ൻ്റെ മറ്റ് മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതെല്ലാം മറ്റൊരു വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് കാണാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.